തിരുവനന്തപുരം ആറ്റിങ്ങലിൽ നമുക്കിതാ ഈ കാണുന്ന NH ഫ്രണ്ടേജിൽ 80 സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ഫ്ലാറ്റ് കിട്ടണം, അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്, കൺവെൻഷൻ സെൻറ്റർ തുടങ്ങിയ ഏത് പർപ്പസിനും അനുയോജ്യമായിട്ടുള്ള ഈ കാണുന്ന നമ്മുടെ CSI പള്ളിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പ്രോപ്പർട്ടി വരുന്നത്. നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ്. നല്ലൊരു പ്രോപ്പർട്ടിയാണ്. നമുക്കിതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിൽ കൂടെ നമുക്ക് ഈ ഒരു NH ഫ്രണ്ടേജ് കിട്ടും. കുറച്ച് മുന്നേ തന്നെ അവിടെ നിന്ന് നമുക്ക് ഇടത്തോട്ട്, അതായത് ആറ്റിങ്ങലിൽ ജംഗ്ഷനിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഇടത്തോട്ട് ഒരു റോഡുണ്ട്. ആ റോഡ് ഫ്രണ്ടേജ് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ പിൻവശത്തായിട്ട് കിട്ടും. ഇത് ശരിക്കും നമുക്ക് 3 പ്ലോട്ടായിട്ട്, അതായത് 3 പേരുടെ ഓണർഷിപ്പിലുള്ളതാണ്. അപ്പോൾ ഇത് ഒരു ഓണറിൻ്റെത്, ഇത് ആ ഗട്ടർ ഇരിക്കുന്നതുണ്ടോ അത് വേറൊരു ഓണറിൻ്റെ, അതൊരു 15 സെൻറ്റ്, അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ പറഞ്ഞ 80 സെൻറ്റായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുക. അപ്പോൾ ഇത് മൊത്തത്തിൽ എടുക്കുന്നവർക്ക് ഇതുപോലുള്ള പർപ്പസ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അനുയോജ്യമായിട്ടുള്ള പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം. നമുക്കിതിൻ്റെ ഫ്രണ്ടേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ RR നിവാസം എന്ന് പറഞ്ഞ ഈ ഒരു മതിൽ കണ്ടോ, ഇത് തൊട്ട് ആ ബ്ലൂ കളർ പോസ്റ്റ് വരേക്കും 33 മീറ്ററാണ് നമുക്ക് ഫ്രണ്ടേജ് കിട്ടുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നിലവിൽ ഷോപ്പൊക്കെ റണ്ണിങ് ആണ്. ഇപ്പം നമുക്കിവിടെ ഒരു ഫ്ലാറ്റൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ ഒരു കമേഴ്സ്യൽ സ്പേസും ബാക്കിയുള്ള റെസിഡൻഷ്യൽ യൂണിറ്റ് ആയിട്ടൊക്കെ നമുക്ക് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. റോഡിൽ നിന്ന്, അതായത് NH നിന്ന് നല്ല രീതിയിൽ വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടി ആയിരിക്കും. പ്രോപ്പർട്ടിയുടെ പിൻവശത്തേക്കുള്ള വിഷ്വൽസ് ഇവിടെ കാണിച്ചു തരാം. നമുക്കിപ്പോൾ ആ റോഡ് ലെവലിൽ കടമുറികളും ഈ രീതിയിലൊരു വീടിരിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് പിൻവശത്തേക്കാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ബാക്കി ഭാഗം ഉള്ളത്. ഈ കാണുന്ന പോലെ അപ്പുറത്തെ സൈഡിലെ മതിലും നമ്മുടേത് തന്നെയാണ്. അത് ഉൾപ്പെടെയാണ് നമ്മളിന്ന് വില പറയുന്നത്. അങ്ങനെയാണ് ടോട്ടലി 80 സെൻറ്റ് വരുന്നത്. ഈ മതിൽ കഴിഞ്ഞിട്ട് മറു സൈഡിലേക്കുണ്ട്. അത് പോയിട്ട് പിൻവശത്തേക്ക് ഇങ്ങനെ വൈഡായിട്ട് കിടപ്പുണ്ട് കേട്ടോ. ശരിക്കും ഇപ്പോൾ ഈ മതിലൊക്കെ കെട്ടിത്തിരിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പർട്ടിയുടെ ആ ഒരു ഭംഗി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഇവിടെ നിന്ന് അടുത്തൊരു തട്ട്, ആ തട്ട് കഴിയുമ്പോഴത്തേക്കും അടുത്തൊരു റോഡ് ഫ്രണ്ടേജ് ഉണ്ട്. ആ റോഡ് ഫ്രണ്ടേജ് കൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ മെയിൻ റോഡ് അവിടെ ഒരു ചർച്ചിൻ്റെ സൈഡിലൂടെ കാണുന്ന വഴി ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ പിൻവശത്തേക്ക് വരും. ഇവിടെ കുറേ വീടുകളൊക്കെ ഉള്ള ലൊക്കേഷനാണ്. അപ്പോൾ ഈ ഒരു റോഡ് ഫ്രണ്ടേജ് നമ്മുടെ പ്രോപ്പർട്ടിക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഈ റോഡ് നേരെ നിന്ന് കയറി കഴിഞ്ഞാൽ നമ്മുടെ രാമേന്ദ്രൻ്റെയൊക്കെ അടുത്ത് നിന്ന് കയറാൻ സാധിക്കും. ആ രീതിയിലാണ് നമുക്ക് പിൻവശത്തേക്കുള്ള ആക്സസ് വരുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ലെവലിൽ തന്നെ വീടുകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പർപ്പസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കൺവെൻഷൻ സെൻറ്റർ ആണെങ്കിൽ അതിൻ്റെ പാർക്കിംഗ് ഒക്കെ നമുക്ക് ഇവിടെ ഇട്ട് ഇവിടെ നിന്ന് വണ്ടിയൊക്കെ സുഖമായിട്ട് ഇറങ്ങിപ്പോകാൻ സാധിക്കും. ആ രീതിയിൽ ചെയ്യാം. ഇനി അതല്ല, ഒരു ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിൽ പാർക്കിംഗ് നമുക്ക് 2 സൈഡിൽ നിന്നും കയറ്റി അവിടെ നിന്ന് ഒരു ഇന്നും ഇവിടെ നിന്ന് ഔട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന എക്സിറ്റ് ഇതുവഴിയൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് നിങ്ങളുടേതായിട്ടുള്ള ഐഡിയ പ്രകാരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ച് ഡീലായിരിക്കും. ഈ പ്രോപ്പർട്ടിക്ക് നമുക്ക് മുൻവശത്തേക്കുള്ള പ്ലോട്ടാണെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് 18 ലക്ഷം രൂപയാണ്. അതുപോലെ പിൻവശത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ വിലയിൽ കുറവുണ്ടാവും. അതായത് നിങ്ങൾ നേരിട്ട് അവരുമായിട്ട് തന്നെ നെഗോഷിയേറ്റ് ചെയ്യുക. മുൻവശത്ത് നമുക്ക് ഏകദേശം ഒരു 42 സെൻറ്റോളം സ്ഥലം വരുന്നുണ്ട്. അവിടെ വരുന്നത് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് 18 ലക്ഷം രൂപയാണ്. താല്പര്യമുള്ളവർ നേരിട്ട് അദ്ദേഹത്തെ വിളിച്ച് ഡീലാക്കാവുന്നതാണ്.